അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻവാല. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, നമുക്ക് ഈ ദുനിയാവിൽ ജീവിക്കണമെങ്കിൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ വസ്ത്രം, അതേപോലെ പാർപ്പിടം, ഭക്ഷണം, ചികിത്സ, ഇത്തരം കാര്യങ്ങൾക്ക് സാമ്പത്തികമായ കരുതൽ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അഥവാ പൈസയില്ലാതെ, സമ്പത്തില്ലാതെ നമുക്ക് ഇത്തരം ആവശ്യങ്ങൾ നിർവഹിക്കുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ആശ്രിതരായി നമ്മുടെ കീഴിൽ കഴിയുന്ന ഭാര്യ, മക്കൾ, മാതാപിതാക്കൾ, ഇങ്ങനെയുള്ള എല്ലാവർക്കും ഈ ആവശ്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അതിനൊക്കെ സമ്പത്ത് വേണം, പൈസ വേണമെന്നത് നമുക്കറിയാം. അതിന് ഇസ്ലാം വിലക്കിയിട്ടില്ലാത്ത അഥവാ നിഷിദ്ധമായ മാർഗത്തിലൂടെ അല്ലാത്ത ഏത് സമ്പാദ്യവും, ഏത് ജോലിയും, ഏത് കച്ചവടവും നമുക്ക് ചെയ്യാം. മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന, ചൂഷണം ചെയ്യുന്ന, പറ്റിച്ചു കളയുന്ന, ആ രീതിയിൽ അല്ലാത്ത, അന്യായങ്ങൾ കലരാത്ത സമ്പാദ്യമാർഗങ്ങൾ അത് ഇസ്ലാം അനുവദിച്ചതാണ് എന്ന് മാത്രമല്ല, ആ രീതിയിൽ സമ്പത്ത് കണ്ടെത്തുവാൻ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രവാചകന്മാരടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹ് അയച്ച ഒരൊറ്റ നബിയും ആടുകളെ മേക്കാതിരുന്നിട്ടില്ലെന്ന്. ഞാനും അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആടിനെ മേച്ചിരുന്നു, ആളുകൾക്ക് കൂലി നിശ്ചയിച്ചുകൊണ്ട്. അപ്പോൾ പ്രവാചകന്മാരായിട്ട് പോലും സമൂഹത്തിൽ ഉന്നത ശ്രേണിയിലുള്ള, സമൂഹം അത്യധികം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രവാചകന്മാരടക്കം ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി സമൂഹത്തിലേക്ക് ഇറങ്ങി അധ്വാനിക്കുകയും പണിയെടുക്കുകയും ഒക്കെ ചെയ്തതായിട്ടാണ് ഇസ്ലാമിക ചരിത്രവും പ്രമാണങ്ങളും നമുക്ക് മനസ്സിലാക്കി തരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസിൽ അതിൻ്റെ മഹത്വം നമുക്ക് കാണുവാൻ സാധിക്കും. മാ അക്കല അഹദുൻ ത്വആമൻ ഖത്തു ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി. ഒരാൾ തൻ്റെ കൈകൾ കൊണ്ട് അധ്വാനിച്ച് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന്, സമ്പാദ്യത്തിൽ നിന്ന് തിന്നുന്നതിനേക്കാൾ ഉത്തമമായ, ശ്രേഷ്ഠമായ ഒരു ഭക്ഷണവും ഒരാളും കഴിക്കുന്നില്ല എന്ന്. എന്നിട്ട് പ്രവാചകൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങനെ അധ്വാനിച്ചിരുന്നു എന്ന് പറയുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം തൻ്റെ അധ്വാനത്തിൽ നിന്നാണ് ഉപജീവനം കണ്ടെത്തിയിരുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഹദീസ് ഇമാം ബുഖാരി, ഇമാം അഹ്മദ് റഹിമഹുമുള്ള ഉദ്ധരിച്ച പ്രബലമായ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ ഇസ്ലാം പഠിപ്പിച്ച, അല്ലെങ്കിൽ മതം പറഞ്ഞു തരുന്ന അനുവദനീയമായ മാർഗത്തിലൂടെ നമ്മൾ അധ്വാനിച്ച് സമ്പത്ത് കണ്ടെത്തണം. എന്നാൽ ചില ആളുകൾ എങ്ങനെയെന്ന് ചോദിച്ചാൽ, അത്തരത്തിലുള്ള ജോലികളിൽ നിന്ന്, അധ്വാനങ്ങളിൽ നിന്ന്, അതേപോലെ സാമ്പത്തികമായ വരുമാനമുണ്ടാക്കുന്ന കാര്യത്തിലൊക്കെ പിന്മാറി എന്തിനും ഏതിനും ആളുകളുടെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ, യാചന, അത് ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അനിവാര്യ ഘട്ടങ്ങളിലല്ലാതെ ഒരാളോട് ഒരു കാര്യം ചോദിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നതാണ്. അത് നമ്മുടെ അന്തസ്സിനും അഭിമാനത്തിനും കൂടി ആദരവ് കൽപ്പിച്ചതുകൊണ്ടാണ്. എന്നും ആളുകളോട് കൈനീട്ടുന്ന ആളുകളാണെങ്കിലോ മനുഷ്യ സമൂഹത്തിൽ അയാൾക്കൊരു വിലയും നിലയും ഉണ്ടാവുകയില്ല. അത് കടമായിട്ട് വാങ്ങുന്നതാണെങ്കിൽ പോലും, ഞാൻ തിരിച്ചു തരാം എന്ന് പറഞ്ഞ് വാങ്ങുന്ന വായ്പകളും കടങ്ങളും അടക്കം അനിവാര്യ ഘട്ടത്തിലല്ലാതെ ഇസ്ലാം അനുവദിക്കുന്നില്ല. അതെത്രമാത്രം ഗൗരവമുണ്ട് എന്ന് ചോദിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുന്നു, കടം എന്നത് ഒരു മനുഷ്യൻ്റെ നിർഭയത്വത്തെ ഇല്ലാതെയാക്കി കളയുന്നതാണ്. ലാ തുഖീഫു അൻഫുസകും ബഅദ അംനിഹ. ഒരാളുടെ നിർഭയത്വത്തിന് ശേഷം, അള്ളാഹു അയാൾക്ക് നിർഭയത്വവും സമാധാനവും നൽകിയതിന് ശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ ഭീതിയിലും അസമാധാനത്തിലേക്കും തള്ളിവിടരുത്. എന്താണ് സംഗതി എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കടത്തെ പറ്റിയാണ്. നമുക്ക് ഒരാളോട് 1 രൂപയുടെ, അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ, 10 രൂപയുടെ ബാധ്യതയുണ്ടെങ്കിൽ അത് ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ വലിയൊരു ബാധ്യത തന്നെയാണ്. അത് അയാളെ ഇങ്ങനെ മതിച്ചുകൊണ്ടിരിക്കും, അലട്ടിക്കൊണ്ടിരിക്കും. അതിൻ്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരിക്കൽ
കുന്ന ജുലൂസൻ ഇൻദ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് പറയാൻ, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ ഇരുന്ന് സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഫറഫഅ റഅസഹു ഇലസ്സമാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തല മേപ്പോട്ട് ഉയർത്തി ആകാശത്തേക്ക് നോക്കി. എന്നിട്ട് സുമ്മ വളഅ റാഹതഹു അലാ ജബ്ഹത്തിഹി, കൈ തലക്ക് കൊടുത്തു. എന്തോ ഒരു ഭീതി ഉള്ള അത്ഭുതകരമായ ഗൗരവതരമായ കാര്യം ആലോചിക്കുന്നത് പോലെ. സുമ്മ ഖാൽ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുബ്ഹാനല്ലാഹ്. ഗൗരവതരമായ കാര്യങ്ങളെ സംബന്ധിച്ച് കാണുമ്പോൾ കേൾക്കുമ്പോൾ ഒക്കെ പറയുന്ന ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹ്. അല്ലാഹു എത്രയോ പരിശുദ്ധനാണ്. ആ അത്ഭുതം അറിയിച്ചുകൊണ്ട് തസ്ബീഹ് പറഞ്ഞു. മാദാ ഉൻസില മിനത്ത് തശ്ദീദ് ഫിദ്ദൈൻ, കടത്തിൻ്റെ വിഷയത്തിൽ എത്രമാത്രം ഗൗരവതരമായ കാര്യമാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ കേൾപ്പിച്ചു, വല്ലദീ നഫ്സീ ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അഥവാ പടച്ചറബ് തന്നെയാണ് സത്യം, ലൗ അന്ന റജുലൻ ഖുതില ഫീ സബീലില്ലാ, ഒരാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടി അയാൾ ആ മാർഗത്തിൽ കൊല്ലപ്പെട്ടു, അഥവാ നമ്മുടെ നോട്ടത്തിൽ നിരീക്ഷണത്തിൽ അയാൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആളായി. അങ്ങനെ സുമ്മ ഉഹിയ, അയാൾക്ക് വീണ്ടും അള്ളാഹു ജീവൻ നൽകി, തിരിച്ചു ഒന്നുകൂടി ജീവിക്കുവാനുള്ള ഒരവസരം അയാൾക്ക് നൽകി. സുമ്മ ഖുതിൽ സുമ്മ ഉഹി, വീണ്ടും അയാൾ അതിൻ്റെ മഹത്വവും പ്രാധാന്യവും അറിഞ്ഞ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ശത്രുക്കളുമായി പടവെട്ടി ആ യുദ്ധത്തിൽ അയാൾ കൊല്ലപ്പെടുകയാണ്. വീണ്ടും അള്ളാഹു അയാളെ ജീവിപ്പിച്ചു, വീണ്ടും അയാൾ ആ രീതിയിൽ തന്നെ മരണപ്പെട്ടു. അഥവാ 3 പ്രാവശ്യം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിക്കാൻ, രക്തസാക്ഷിയാകാൻ സാധിച്ചൊരു മനുഷ്യൻ. അങ്ങനെ ഉണ്ടാകും ആർക്കെങ്കിലും? നമുക്ക് മാക്സിമം നമ്മുടെ ജീവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമർപ്പിച്ച് ശത്രുക്കളുമായി പോരാടേണ്ടുന്ന ഒരു ഘട്ടത്തിൽ അങ്ങനെ കൊല ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. ഇത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് 3 തവണ, അതിൻ്റെ ഗൗരവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്താൻ, അങ്ങനെ 3 തവണ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലി അർപ്പിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയൊരു മനുഷ്യൻ. അപ്പോൾ എത്രമാത്രം മഹത്വമുള്ള പ്രാധാന്യമുള്ള ഒരാളാണ്. പക്ഷേ വ അലൈഹി ദൈനുൻ, അയാളുടെ മേൽ കടബാധ്യതയുണ്ട് അയാൾ അങ്ങനെ മരിച്ചു പോകുമ്പോൾ. എങ്കിൽ മാ ദഖലൽ ജന്നത ഹത്താ യുഖ്ള അൻഹു, അയാളുടെ കടബാധ്യത നിർവഹിക്കപ്പെടുന്നത് വരെ, വീട്ടുന്നത് വരെ, അയാൾ വീട്ടുക അല്ലെങ്കിൽ അയാൾക്ക് പകരം ആരെങ്കിലും അത് വീട്ടുക, അത് വീടുന്നത് വരെയും അയാൾക്ക് സ്വർഗപ്രവേശനം സാധ്യമല്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവൻ ബലിയർപ്പിച്ചൊരു മനുഷ്യന് പോലും സ്വർഗത്തിൽ പോകാൻ കടം തടസ്സമായി വരും എന്നറിയുമ്പോൾ സഹോദരങ്ങൾ എത്രമാത്രം ഗൗരവത്തോടു കൂടി നമ്മൾ കാണണം. പക്ഷെ സങ്കടകരമെന്ന് പറയട്ടെ, നിസ്സാരമായ കാര്യങ്ങൾക്ക് തന്നെ ആളുകൾ എന്ത് ചെയ്യും? വായ്പ വാങ്ങിക്കും, കടം വാങ്ങിക്കും. ആ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി നാളെ തരാം, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് തരാം, ഒരു മാസം കഴിഞ്ഞ് തരാം എന്നൊക്കെ പറഞ്ഞ് അത് കിട്ടാൻ വേണ്ടി പല വിധേന നല്ല പഞ്ചാര പുരട്ടിയ, തേൻ പുരട്ടിയ വർത്തമാനങ്ങൾ പറഞ്ഞ് അടുപ്പവും സ്നേഹവും ഒക്കെ അവതരിപ്പിച്ച് നടിച്ച് ആ കാര്യം നേടിയെടുക്കാൻ പൈസ വാങ്ങും. പിന്നെ ആ പൈസ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം അതൊരു ബാധ്യതയാണ്, എങ്ങനെയെങ്കിലും വീട്ടണം എന്ന ചിന്തയില്ലാതെ അത് അർഹതപ്പെട്ട ആ ഉടമ തിരിച്ചു ചോദിച്ചാൽ എന്തോ അപരാധം ചെയ്തതുപോലെ, അയാൾ എന്തോ അനർഹമായത് ചോദിക്കുന്നത് പോലെയായിരിക്കും പലപ്പോഴും തിരിച്ചുള്ള പ്രതികരണവും സംസാരവും. അങ്ങനെ ബന്ധങ്ങൾ ഉലഞ്ഞുപോയ, വഴക്കും വക്കാണവുമൊക്കെയായി അടിപിടികളിലേക്ക് വരെ എത്തിയ എത്ര സംഭവങ്ങളുണ്ടാകും. പല സ്ഥലങ്ങളിൽ നിന്ന്, പലരിൽ നിന്നും നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമൊക്കെയാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഇടപാടുകളിൽ, കൊടുക്കൽ വാങ്ങലുകളിൽ എല്ലാം സൂക്ഷ്മതയും ശ്രദ്ധയും വേണ്ടതുണ്ട്. ഒരിക്കലും അങ്ങനെ ഒരു ബാധ്യത വെച്ചുകൊണ്ട് ഒരു വിശ്വാസി മരണപ്പെട്ടു പോകാൻ ഇടവരരുത്. അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കും. അതേപോലെ നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ സലാം വീട്ടുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളിൽ അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ മഅ്സമി വൽ മഗ്റം,
എൻ്റെ ജീവിതത്തിൽ പാപങ്ങൾ വരുന്നതിൽ നിന്നും കടബാധ്യതകൾ വന്നുകൂടുന്നതിൽ നിന്നും അള്ളാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്നാണ്. അപ്പോൾ കടം ഇല്ലാതെ ജീവിക്കാൻ കഴിയുക എന്നത് തന്നെ ഇവിടെ വലിയ സ്വസ്ഥതയും സമാധാനവും കിട്ടുന്ന പടച്ചറബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. പക്ഷേ കടം അനിവാര്യ ഘട്ടത്തിൽ വാങ്ങാം, അത് പാടില്ല, നിഷിദ്ധമാണ് എന്നൊന്നും ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ വാങ്ങുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ, പരസ്പരമുള്ള ഒരു സഹകരണമാണ് അവിടെ നടക്കുന്നത്. ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുന്നു, സദക്കയായി. സദക്ക കൊടുക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല, അപ്പോൾ വായ്പയായി കൊടുക്കും. ഇത് രണ്ടും സഹകരണത്തിൻ്റെ, സഹായത്തിൻ്റെ ഒരു തലം തന്നെയാണ്. സദക്കയുടെ ഒരു വിഹിതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടം കൊടുക്കുന്നതിനെ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഞാൻ കടം വാങ്ങുന്നത് എന്ന് ആലോചിക്കണം. ആവശ്യങ്ങളുണ്ടാകും, അത്യാവശ്യങ്ങളുണ്ടാകും, അനാവശ്യങ്ങളുണ്ടാകും. ഇത് വേർതിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ചെലവഴിക്കുവാൻ തയ്യാറാകാത്ത ആളുകളുടെ ജീവിതത്തിലൊക്കെ സാമ്പത്തിക പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടാവും. അത് ഞാൻ ചെയ്യേണ്ടതാണോ, ആവശ്യമുള്ളതാണോ, അതല്ല അത്യാവശ്യമുള്ളതാണോ? അത്യാവശ്യമുള്ളതിന് ഫസ്റ്റ് പ്രിഫറൻസ്, ആദ്യത്തെ മുൻഗണന കൊടുത്ത് അത് ചെയ്യണം. അത്യാവശ്യം കഴിഞ്ഞാൽ പിന്നെ ആവശ്യങ്ങളുണ്ടെങ്കിൽ അതാകാം. അനാവശ്യമാണെങ്കിലും അത് ഭാര്യ പറഞ്ഞാലും മക്കൾ പറഞ്ഞാലും വേറെ ആര് ആവശ്യപ്പെട്ടാലും സുഹൃത്തുക്കളും കൂട്ടുകാരുമൊക്കെ കൂടുമ്പോഴാണെങ്കിലും അനാവശ്യമായി ഒരു പൈസ പോലും ഞാൻ ചെലവഴിക്കുകയില്ല എന്നൊരു സാമ്പത്തിക നിയന്ത്രണം വിശ്വാസികളായ നമുക്കെല്ലാവർക്കും വേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പരലോകത്ത് നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ മുമ്പിൽ മഹ്ശറയിൽ വിചാരണ കാത്തു നിൽക്കുന്ന സന്ദർഭത്തിൽ ലാ തസൂലു ഖദമ അബ്ദിൻ യൗമൽ ഖിയാമ, നമ്മൾ വെച്ച കാലൊന്നും മാറ്റിച്ചവിട്ടാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. ഈ സമ്പത്തിനെക്കുറിച്ച് 2 ചോദ്യങ്ങൾ ഉണ്ടായിട്ടല്ലാതെ. ആയുസ്സിനെക്കുറിച്ച് ചോദിക്കും, അറിവിനെ സംബന്ധിച്ച് ചോദിക്കുന്ന പല കാര്യങ്ങൾ ചോദിക്കുന്ന കൂട്ടത്തിൽ സമ്പത്തിനെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മിൻ ഐന ഇക്തസബഹു വഫീമ അൻഫഖഹു, അത് ഏത് മാർഗത്തിൽ സമ്പാദിച്ചു, ഏത് മാർഗത്തിൽ വിനിയോഗിച്ചു എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ടാകുമെന്ന്. അതിന് കൃത്യമായ മറുപടി പറയാതെ പരലോകത്ത് നമ്മുടെ കാലൊന്ന് മാറ്റിവെക്കാൻ, കാലൊന്ന് നീക്കിവെക്കാൻ അള്ളാഹു സമ്മതിക്കുകയില്ല. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കടബാധ്യതകൾ ഇങ്ങനെ കുമിഞ്ഞുകൂടുന്നത്, ബാധ്യതകളായി അടുക്കുകളായി എങ്ങനെ വരാനുള്ള കാരണം ഈ പറഞ്ഞ ഒരു നിയന്ത്രണവും സൂക്ഷ്മതയും പ്ലാനിങ്ങും ഇല്ലാത്തത് കൊണ്ടാണ്. ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ കടം കിട്ടാവുന്ന എല്ലാ മേഖലകളിൽ നിന്നും വാങ്ങിക്കും. ഒരു ശ്രദ്ധയും സൂക്ഷ്മതയും നിയന്ത്രണവുമില്ലാതെ ചെലവഴിക്കും. അങ്ങനെ വാങ്ങിയാൽ പിന്നെ കൊടുക്കാൻ മനസ്സുണ്ടാവുകയില്ല, ബന്ധങ്ങൾ ഉലയും. അപ്പോൾ സ്വാഭാവികമായും എന്ത് ചെയ്യും? സമൂഹത്തിൽ തെറ്റായൊരു പ്രവണതയുണ്ടാകും. കൊടുത്ത ആൾ ഇനി വിചാരിക്കും, ആര് ചോദിച്ചാലും കൊടുക്കണ്ട, എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാം. കൊടുത്തില്ലെങ്കിൽ കൊടുത്തില്ല എന്നൊരു കുറ്റമല്ലേ ഉള്ളൂ. കൊടുത്തിട്ട് ചോദിക്കുമ്പോൾ കിട്ടുകയില്ല, അപ്പോൾ സ്വാഭാവികമായും വർത്തമാനങ്ങൾ പെരുകും, തെറ്റായ രീതിയിലേക്ക് സംസാരങ്ങൾ പോകും, ബന്ധങ്ങൾ വഷളാകും. അപ്പോൾ അതിനൊക്കെ നല്ലത് കൊടുക്കണ്ട എന്ന രീതിയിലേക്ക് ആളുകൾ തീരുമാനിക്കും. അതെന്തുകൊണ്ട് വരുന്നു? നമ്മൾ പറഞ്ഞ രീതിയിൽ വാക്കുകൾ പാലിച്ച് അതേ സമയത്ത് അതിനേക്കാൾ മുൻകൂട്ടി കൊടുക്കാനും സാധിച്ചാൽ അൽഹംദുലില്ലാ, അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കടം തന്ന ആൾക്ക് വേണ്ടി അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ അയാൾക്കും സന്തോഷമാണ്, അയാൾ സഹായിച്ച ഒരു നിർവൃതി ഉണ്ടാകും. അയാളിലൂടെ ഒരു സഹായം കിട്ടിയതിൻ്റെ നന്ദിയും അതേപോലെ ആ കാര്യങ്ങൾ എളുപ്പമാക്കിയതിന് പടച്ചവനെ സ്തുതിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വാങ്ങിച്ച ആ ഗുണഭോക്താവിനും ഒരു സന്തോഷമായിരിക്കും. നേരെ മറിച്ച് അത് പരിഗണിക്കാതെയാണ് കടം വാങ്ങുന്നതും വാങ്ങിയിട്ട് പറഞ്ഞ സമയത്ത് കൊടുക്കാതെ അങ്ങനെ അയാളെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നതെങ്കിൽ മത്തുലുൽ ഗനിയ്യ ദുൽമുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമുക്ക് കൊടുക്കാനുള്ള സൗകര്യം വന്നിട്ടും കൊടുക്കാതെ നീട്ടി അയാളെ ബുദ്ധിമുട്ടിക്കുന്നുവെങ്കിൽ, പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അത് അന്യായമാണ്, അക്രമമാണ് എന്നാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ എപ്പോൾ അത് വീട്ടാനുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും വരുന്നുവോ അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യണം. കടമില്ലാതെ ഈ ലോകത്ത് നിന്ന് വിട പറയാൻ, മരിച്ചു പോകാനുള്ള തൗഫീക്കിന് വേണ്ടി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ശ്രദ്ധിച്ച് നമ്മൾ സഹകരിച്ചുകൊണ്ട് വാങ്ങുകയും കൊടുക്കുകയും ഒക്കെ ചെയ്താൽ നല്ല സഹകരണത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ കഴിയും. ഇല്ലെങ്കിൽ കടം കൊടുക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് സമ്പത്തുള്ളവർ എത്തിക്കഴിഞ്ഞാൽ
പിന്നെ രണ്ടാമത്തെ ദുരന്തം എന്തായിരിക്കും? സാമ്പത്തികമായി നമുക്ക് ആവശ്യമുണ്ട്, ബുദ്ധിമുട്ടുന്നുണ്ട്, കടം ആയിട്ട് ചോദിച്ചാൽ ആരും തരാനില്ല. കാരണം സമൂഹത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. അലകും പിടിയൊക്കെ വിട്ട് ഒരു സഹകരണത്തിൻ്റെ അവസ്ഥയിൽ നിന്ന് മാറി. അങ്ങനെ വരുമ്പോൾ പലിശ എന്ന സംവിധാനം തഴച്ചു വളരും. കാരണം ആരോട് ചോദിക്കാനും ഒരു മടിയില്ല. ബാങ്കിൽ ചെന്ന് അല്ലെങ്കിൽ പലിശക്ക് കൊടുക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്ന് എനിക്ക് 1 ലക്ഷം വേണം, 2 ലക്ഷം വേണം, 5 ലക്ഷം വേണം, അതിനെന്താ ആധാരം വേണോ, മറ്റെന്തെങ്കിലും ഈട് വെക്കണോ, ഗ്യാരണ്ടി ആയിട്ട് ഒക്കെ റെഡിയാണ്. വളരെ മാന്യമായി നല്ല സൂട്ടും കോട്ടും ഇട്ട് അവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ടാവും. അത് വാങ്ങിക്കാനും കൊടുക്കാനും ഒക്കെ ആർക്കും പ്രയാസമില്ല. അള്ളാഹു ഏറ്റവും ശക്തമായി വിലക്കിയ, ഏറ്റവും മോശമായ ഒരു അപരാധമായി ഇസ്ലാം പഠിപ്പിച്ച പലിശ എന്ന സംവിധാനം അധികരിക്കുകയും ചെയ്യും. അതിലാണെങ്കിലോ കടത്തിൻ്റെ ഇരട്ടിയായി നമ്മുടെ മേൽ ബാധ്യത വരും. അവസാനം പലരും 1 ലക്ഷം 5 ലക്ഷം ഒക്കെ കടമെടുത്ത ആളുകൾക്ക് തിരിച്ചടക്കാൻ 5ഉം 10ഉം ഒക്കെ അതിൻ്റെ ഇരട്ടിയായി തിരിച്ചടക്കേണ്ടി വരുമ്പോൾ, സാധിക്കാതെ വരുമ്പോൾ നിലയില്ലാ കയത്തിൽ കൈകാലിട്ടടിച്ച് മുങ്ങിത്താഴുന്നത് പോലെയുള്ള ദുരന്തത്തിലേക്ക് അയാൾ സ്വയം എടുത്തറിയപ്പെടുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെയാണ് ആത്മഹത്യകൾ സംഭവിക്കുന്നത്. കുടുംബങ്ങളിൽ കലാപങ്ങളും കലഹങ്ങളും ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ചെലവഴിക്കലിൽ നമ്മൾ ശ്രദ്ധിക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ വല്ലദീന ഇദാ അൻഫഖു ലം യുസ്രിഫു വലം യഖ്തുറു വകാന ബൈന ദാലിക ഖവാമ. സത്യവിശ്വാസികളുടെ, ഇബാദുർ റഹ്മാൻ, പരമകാരുണ്യകനായ അള്ളാഹുവിൻ്റെ നല്ല ദാസന്മാരുടെ, അടിമകളുടെ സ്വഭാവങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാനിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കും. 67-ാമത്തെ ആയത്തിൽ സത്യവിശ്വാസികളായ ആളുകൾ അവർ ചെലവഴിക്കുമ്പോൾ പിശുക്ക് കാണിക്കുകയോ ധാരാളിത്തം കാണിച്ച് അടിച്ചു പൊളിച്ച് ദൂർത്തായി ചെലവഴിക്കുകയോ ചെയ്യുകയില്ല. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഒക്കെ കണ്ടറിഞ്ഞ് ചെലവഴിക്കുന്ന ആളുകളാണ്. അങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് വേണ്ടതുണ്ട്. അതേപോലെ ആ ഒരു ആപത്ത് വരാതിരിക്കാൻ ഇനി ഒരാൾക്ക് കഴിയില്ല. അയാളുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അയാൾക്കുണ്ടായ ദുരന്തവും അപകടം, അയാളുടെ ബിസിനസ് തകർന്നു പോയത്, അയാളുടെ കൃഷിക്ക് സംഭവിച്ച നാശനഷ്ടങ്ങളൊക്കെ കണ്ടറിഞ്ഞ് കടം കൊടുത്ത ആൾക്കറിയാം ആ കടം വാങ്ങിയ ആളുടെ അവസ്ഥ. എങ്കിൽ അയാൾക്ക് ഒന്ന് വകവെച്ചു കൊടുക്കാൻ, അയാളുടെ ആ ഭാരം ബുദ്ധിമുട്ട് കണ്ടറിഞ്ഞൊന്ന് ഏറ്റെടുക്കാൻ, അത്രയും പൈസ വേണ്ട എന്ന് വെക്കാൻ കഴിയാത്ത സ്ഥിതിയാണെങ്കിൽ എന്ത് ചെയ്യാം? നീ പറഞ്ഞത് 1 മാസത്തെ അവധിയാണെങ്കിൽ അത് 2 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ നിൻ്റെ കയ്യിലുണ്ടാകുമ്പോൾ തന്നാൽ മതി എന്നിങ്ങനെ പറഞ്ഞ് അയാൾക്ക് ഒരു ലഘൂകരണം, ഒരു ആയാസം, എളുപ്പമുണ്ടാക്കി കൊടുത്താൽ അള്ളാഹു നമ്മുടെ കാര്യത്തിലും അങ്ങനെ സഹായിക്കുകയും പരിഗണിക്കുകയും ഒക്കെ ചെയ്യുമെന്നാണ്. അപ്പോൾ കടം എന്നത് ഒരു നിസ്സാര സംഗതിയായി കാണരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യ കാലഘട്ടത്തിൽ മരിച്ചുപോയ വ്യക്തി, ഒരു വിശ്വാസിയുടെ ജനാസ നമസ്കാരത്തിന് വേണ്ടി, മയ്യിത്ത് നിസ്കാരത്തിന് വേണ്ടി കൊണ്ടുവന്ന് വെച്ചാൽ ചോദിക്കും ഇയാൾക്ക് വല്ല കടബാധ്യതയും ഉണ്ടോയെന്ന്. ആരും ഏറ്റെടുക്കാനൊന്നുമില്ല, അയാൾക്ക് കടബാധ്യതയുണ്ട് എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മയ്യിത്ത് നിസ്കരിക്കാൻ നിൽക്കൂല, മാറി നിൽക്കും. അത് സമൂഹത്തിന് കൊടുക്കുന്ന വലിയൊരു മെസ്സേജുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ കടത്തിലേക്ക് ചെല്ലുകയില്ല ബോധപൂർവം, അനിവാര്യ ഘട്ടത്തിലല്ലാതെ. അഥവാ കടം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് ഞാൻ കൊടുത്തു വീട്ടും എന്ന ഒരു ചിന്തയും ഒരു തർബിയത്ത്, ഒരു ശിക്ഷണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമൂഹത്തിന് കൊടുത്തതാണ്. പിൽക്കാലത്ത് ഇസ്ലാമികമായ ഭരണ സംവിധാനവും സൗകര്യവും ഒക്കെ വന്നപ്പോൾ ബൈത്തുൽ മാൽ, മദീനയിൽ ഇസ്ലാമികമായ ഒരു സംവിധാനമുണ്ടായി. സമ്പത്ത് പലവിധേനയും പ്രവാചകൻ്റെ കൈകളിലേക്ക് എത്തുന്ന ബൈത്തുൽ മാൽ സംവിധാനമൊക്കെ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ഏറ്റെടുക്കും. അഥവാ ബൈത്തുൽ മാലിൽ നിന്ന് ഇങ്ങനെ ബാധ്യതയുള്ള ആളുകളുടെ കടം ഏറ്റെടുത്ത് അത് വീട്ടുവാൻ വേണ്ടി തയ്യാറായിരുന്നു. അത് വീട്ടാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റെടുത്തിട്ട് ചിലപ്പോൾ മയ്യിത്ത് നിസ്കാരത്തിൻ്റെ മുമ്പിൽ എല്ലാവരും പറയും ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാധ്യതകളുണ്ടെങ്കിൽ വിട്ടുവീഴ്ച ചെയ്യണം, കടമുണ്ടെങ്കിൽ, സാമ്പത്തിക ഇടപാടുകളുണ്ടെങ്കിൽ അത് ഇന്ന ആൾ ഏറ്റെടുത്തു എന്നൊക്കെ പറയും. ഏറ്റുപോകുക അല്ലാതെ അത് കൃത്യമായി വീട്ടുന്നുണ്ടോ എന്ന വിഷയം അതിനേക്കാൾ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ബാധ്യത ഏറ്റിട്ട് നിർവഹിക്കാതിരുന്നാൽ
ആ മയ്യത്തിന് മരിച്ചുപോയ വ്യക്തിക്ക് ഒരു സ്വസ്ഥതയും സമാധാനവും ഉണ്ടാവുകയില്ല. അത് വീട്ടുന്നതുവരെയും അയാൾക്ക് സ്വസ്ഥത കിട്ടൂല എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, സാമ്പത്തിക ഇടപാടുകളിൽ അത് ചെലവഴിക്കുന്ന വിഷയത്തിൽ, സമ്പാദിക്കുന്ന വിഷയത്തിലൊക്കെ മതത്തിൻ്റെ കൃത്യമായ കാഴ്ചപ്പാടുകളും അതിർവരമ്പുകളുമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കടബാധ്യതയിലേക്ക് നമ്മൾ ചെന്ന് ചാടാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുകയും പടച്ചറബിനോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യണം. അഥവാ കടം വാങ്ങിയാൽ എത്രയും പെട്ടെന്ന് അത് കൊടുത്തു വീട്ടുവാനും ഏറ്റവും നല്ല രീതിയിൽ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സന്തോഷത്തോടു കൂടി ആ ബന്ധത്തിനൊരു ഉലച്ചിലും തട്ടാതെ ആ കൊടുക്കൽ വാങ്ങലുകൾ പൂർത്തീകരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും സാമ്പത്തിക പ്രതിസന്ധികളിൽ നിന്ന്, കടബാധ്യതകളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു നമുക്ക് ആശ്വാസവും തുറവിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന ആത്തിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തം വഖിന അദാബന്നാർ. സല്ലല്ലാഹു അലാ നബിയന മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.